മൂന്നാം പീഡന പരാതിയിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാകും രാഹുലിനെ ഹാജരാക്കുക. തുടർ കസ്റ്റഡി വേണ്ടെന്ന നിലപാടിലാണ് SIT. അതേസമയം രാഹുലിനെതിരെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനൊരുങ്ങി SIT. മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷം 2:30 രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാകും ഹാജരാക്കുക. രാഹുലിന്റെ തുടർ കസ്റ്റഡി വേണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് SIT തയ്യാറെടുക്കുന്നത്. രാഹുൽ അന്വേഷണ സംഘത്തോട് സഹകരിക്കാത്തത് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഫോണിന്റെ പാസ്വേഡുകൾ നൽകാത്തതും ലാപ്ടോപ്പ് കണ്ടെത്താൻ കഴിയാത്തതും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഈ സാഹചര്യത്തിൽ പഴുതടച്ച അന്വേഷണമാണ് SIT ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. അതോടൊപ്പം പരാതിക്കാരുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. നിലവിൽ UK-യിൽ കഴിയുന്ന യുവതിയുടെ മൊഴി എംബസി വഴിയോ വീഡിയോ കോൺഫറൻസ് വഴിയോ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനായി SIT കോടതിയിൽ അപേക്ഷ നൽകും. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തെന്നായിരുന്നു യുവതിയുടെ പരാതി. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സാമാജിക സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് സംബന്ധിച്ച പരാതി സ്പീക്കറിന് ലഭിച്ചു. ജനം, തിരുവനന്തപുരം.